ഇപ്പം നമ്മൾ കുറേ മാത്സ് ക്വസ്റ്റ്യനാണ് ചെയ്തത് അല്ലെ. കണക്കിൽ ഒരു 10-20 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോരോ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബോർഡ് എക്സാം പേപ്പറിൽ നിന്നത്തെ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മാത്സ് ഒന്ന് മാറ്റി പിടിച്ചിട്ട് സയൻസിലോട്ട് പോകാം അല്ലെ. 10ാം ക്ലാസ് CBSE ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്ന ഒരു സബ്ജക്റ്റാണ് ഈ സയൻസ് എന്ന് പറയുന്നത്. കാരണം ഈ സയൻസിൽ മെയിനായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കുറവാണ്. വാട്ട് ഈസ് ഡിഫൈൻ എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി CBSE വരാനുള്ള സാധ്യത ഇല്ല. 90% ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് ആൻസർ എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മോസ്റ്റ്ലി ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സയൻസ് മാത്സ് എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ഒരു തലവേദന വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 10ാം ക്ലാസ്സിൽ നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 ടോപ്പിക്സ് ആണുള്ളത്. അതിൽ നിങ്ങളുടെ റീഡറിൽ ആദ്യത്തെ ഒരു 4 ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിസ്ട്രി ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബയോളജി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിസിക്സ്, അങ്ങനെ ഡിവൈഡ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2026 ബോർഡ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി അങ്ങനെയാണ്. സെക്ഷൻ എ വന്നിട്ട് ഫുള്ള് ബയോളജി ആയിരിക്കും, സെക്ഷൻ ബി വന്നിട്ട് കെമിസ്ട്രി ആയിരിക്കാം, സെക്ഷൻ സി വന്നിട്ട് ഫിസിക്സ് ആയിരിക്കാം. അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ 2025 വരെയ്ക്ക് അങ്ങനെയല്ല, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ തനിയായിരിക്കും ബയോളജി തനിയെ, ഫിസിക്സ് തനിയെ, കെമിസ്ട്രി തനിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കെമിസ്ട്രി ആണ് എല്ലാവർക്കും ഇതിൽ ഏത് ടഫ് എന്ന് കേട്ടാൽ മോസ്റ്റ്ലി പറയുന്ന ഒരു ഇതാണ് കെമിസ്ട്രി. അയ്യോ കെമിസ്ട്രി കേട്ടാൽ എനിക്ക് തലവേദനയാണ്. കാരണം എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ആക്ടിവിറ്റീസ് ആണ്. നമ്മുടെ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, ഓരോരോ ചാപ്റ്ററിലും നമുക്കൊരു 10-15 ആക്ടിവിറ്റീസോളം ഉണ്ട്. ഒരു ബോക്സ് വരച്ച് എഴുതിയിരിക്കും 15 ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റീസ് നല്ല പഠിച്ചാൽ നമുക്ക് കെമിസ്ട്രിയുടെ അടുത്തുള്ള ഒരു പേടി മാറ്റാൻ പറ്റും. ആക്ടിവിറ്റി നമ്മളൊരു കെമിസ്ട്രിയിൽ ഒരു ആൻസർ എഴുതുമ്പോൾ അതിൽ മെയിനായിട്ട് നമുക്ക് ആ ഇക്വേഷൻസ് വേണം. ഇക്വേഷൻസ് വിത്ത് എക്സാമ്പിൾ. സയൻസിന് ഏത് ചോദിച്ചാലും നമ്മൾ വിത്ത് എക്സാമ്പിൾ தான் എഴുതണം. എക്സാമ്പിൾ എഴുതിയാൽ മാത്രമേ, കാരണം സയൻസ് ഓൾറെഡി സയൻറ്റിസ്റ്റ് എല്ലാം കണ്ടുപിടിച്ച് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ നമുക്ക് തിരുത്താനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ വിത്ത് എക്സാമ്പിളോട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ആയിട്ട് മാർക്ക് കിട്ടും. നമ്മൾ അവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ മിസ് എനിക്ക് മാർക്ക് തന്നില്ല. കാരണം എന്തോന്നായിരിക്കും, അതിൽ കീ പോയിന്റ്സ് ഒന്നും അതിൽ കാണില്ല. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ വെച്ചുകൂടെ അതിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് മാർക്ക് ഫുൾ മാർക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കെമിസ്ട്രിയിൽ മെയിനായിട്ട് വരുമ്പോഴത്തേന് ഈ ആക്ടിവിറ്റി 4 ചാപ്റ്ററിൽ കൂടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റി എല്ലാം ഫസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്കിലോ പേപ്പറിലോ ഒക്കെ എഴുതി വെച്ചിട്ട് നല്ലപോലെ ആക്ടിവിറ്റീസ് പഠിക്കുക. ഈ ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് എക്സ് വൈ ആ ഒരു ക്വസ്റ്റ്യൻസ് പറയുന്നത്. എക്സ് റിയാക്ട് വിത്ത് വൈ, സംതിങ് ഇസ് ഈസ് ഫോംഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ആക്ടിവിറ്റി ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് അതിൽ മെയിനാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ റീഡറിൽ നോക്കണമെങ്കിൽ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് ഒരു ആക്ടിവിറ്റി ഉണ്ട്. ആക്ടിവിറ്റി 1.1 ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ആക്ടിവിറ്റി 1.7 ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ കുറച്ച് കെമിക്കൽ റിയാക്ഷനെ പറ്റി പഠിക്കണം. അപ്പോൾ നമുക്കറിയാം ഈ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്. ഫിസിക്കൽ റിയാക്ഷനും ഉണ്ട്, കെമിക്കൽ റിയാക്ഷനും ഉണ്ട്. ഈ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു സബ്സ്റ്റൻസ് കിട്ടുന്ന റിയാക്ഷനെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമുക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇത് ഹൈഡ്രജന്റെ സിമ്പിളാണ്. ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ. നമ്മളെപ്പോഴും ഇക്വേഷൻ എഴുതുമ്പോഴത്തേനും ബാലൻസ് ചെയ്ത് എഴുതണം. ബാലൻസ് ചെയ്യുന്നത് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ കോമൺ ആയിട്ട് ഒരു റിയാക്ഷൻ എഴുതി, ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ. ഹൈഡ്രജൻ ഈസ് എ ഗ്യാസ്, ഓക്സിജൻ ഈസ് എ ഗ്യാസ്. ഈ 2 ഗ്യാസ് ചേർന്നിട്ട് നമുക്കൊരു വാട്ടർ കിട്ടി, വെള്ളം കിട്ടി. വെള്ളം എന്ന് പറയുമ്പോഴത്തേനും അത് ലിക്വിഡ് ആണ്. അപ്പൊ 2 സബ്സ്റ്റൻസ് ചേർന്നിട്ട് പുതുതായിട്ടൊരു സബ്സ്റ്റൻസ് കിട്ടി. അങ്ങനെയുള്ള റിയാക്ഷനെ പറയുന്നതിനാണ് കെമിക്കൽ റിയാക്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പുതിയ സബ്സ്റ്റൻസ് നമുക്കൊരു പുതിയ സബ്സ്റ്റൻസ് കിട്ടും. ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. കെമിക്കൽ റിയാക്ഷന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. പിന്നെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആ കെമിക്കൽ റിയാക്ഷന്റെ സ്റ്റേറ്റ് മാറും. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, 2 ഗ്യാസ് ചേർന്നിട്ട് ലിക്വിഡ് ഫോമിലായിട്ട് സംതിങ് ലിക്വിഡ് ചേർന്നിട്ട് ഗ്യാസ് ഫോം, അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് കെമിക്കൽ റിയാക്ഷന്റെ സ്റ്റേറ്റ് കൺഫോം ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഒന്ന് ഇൻക്രീസ് ആവും. ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നതാണ് ടെമ്പറേച്ചർ.
അപ്പോൾ ടെമ്പറേച്ചർ മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഇവല്യൂഷൻ ഓഫ് ഗ്യാസ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ കൺഫേം ആയിട്ട് ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ആവും. അത് ഹൈഡ്രജൻ ആവാം, കാർബൺ ഡൈ ഓക്സൈഡ് ആവാം, നൈട്രജൻ ആവാം, ഏതെങ്കിലും ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ 4 പോയിന്റുമാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. ഈ 2025 സയൻസ് ബോർഡ് എക്സാം പേപ്പർ എടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഏതോ സെറ്റ് 1 സെറ്റ് 2 എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു സെറ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ. നിങ്ങൾ ചാപ്റ്ററിലെ സ്റ്റാർട്ടിംഗ് ടോപ്പിക് ആണ്. അപ്പൊ നമ്മളൊക്കെ അതൊക്കെ ഒന്ന് വിടും. അതൊക്കെ ഈസി അല്ലേ, ചോദിക്കുന്നതെന്ന് പറഞ്ഞു വിടും. CBSE അങ്ങനെയല്ല, ഈസി, ടഫ്, വെരി ടഫ്, അങ്ങനെയുള്ള മോഡലാണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കിയിട്ട് പോകുക. അപ്പോൾ വാട്ട് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് ചെയ്യുമ്പോൾ സപ്പോസ് നമ്മളൊന്ന് പഠിച്ചിട്ടേ ഉണ്ടായിരിക്കില്ല, ആ ഈസി ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടിട്ട് വരും. അപ്പോൾ ഇതൊരു ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് നോക്കുക. വാട്ട് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് കേൾക്കുമ്പോൾ എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് എ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ഫസ്റ്റ് പോയിന്റ് എഴുതാം. രണ്ടാമത്തെ പോയിന്റ്, ഇൻ എ റിയാക്ഷൻ ഇൻ വിച്ച് ദ സ്റ്റേറ്റ് ഈസ് ചേഞ്ച്ഡ് or evolution of the gas is involved and the temperature will be increased. അപ്പോൾ ഇതെല്ലാം നടന്നു കഴിഞ്ഞാൽ a reaction is said to be chemical reaction എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ എഴുതി. വേറൊരു എക്സാമ്പിൾ നോക്കുക. കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. കാരണം ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ റിവേഴ്സിബിൾ വരാത്ത റിയാക്ഷൻസ് എല്ലാമേ കെമിക്കൽ റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഈ റിയാക്ഷനിൽ നമ്മളറിയാം, ഇവിടെ തന്നെ ഏതോ സംതിങ് മിക്സ് ചെയ്തപ്പോഴാണ് നമുക്കൊരു വേറൊന്ന് കിട്ടിയത്. അപ്പൊ ഈ ഒരു റിയാക്ഷനിൽ മോസ്റ്റ്ലി ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉള്ളതിന് നമ്മൾ കോമൺ ആയിട്ട് റിയാക്ടന്റ് എന്ന് പറയും. റിയാക്ടന്റ് എന്ന് പറയും. അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതിന് കോമൺ ആയിട്ട് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയും. റിയാക്ടന്റും ഉണ്ട്, പ്രോഡക്റ്റും ഉണ്ട്. അപ്പോൾ റിയാക്ടന്റും പ്രോഡക്റ്റ്, അപ്പോൾ റിയാക്ടന്റ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രോഡക്റ്റ്. ഇനി ഇതിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് ചുമ്മാ എഴുതിയാൽ മാർക്കൊന്നും കിട്ടില്ല. കാരണം നമ്മളതിനെ എപ്പോഴും ബാലൻസ് ചെയ്തിടണം. ബാലൻസ് ചെയ്ത് ഇടുക എന്ന് പറഞ്ഞാൽ റിയാക്ടന്റും പ്രോഡക്റ്റും ഈക്വൽ ആയിരിക്കണം. ഇപ്പം നമ്മൾ 5 കിലോ അരി കൊണ്ട് ചോറ് വെച്ചാൽ നമുക്ക് 10 കിലോ ചോറ് കിട്ടില്ല. 5 കിലോ തന്നെ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ എന്തൊക്കെയാണോ ചേർക്കുന്നത് അതനുസരിച്ചുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ നമ്മൾ റിയാക്ടന്റ് സൈഡിൽ എത്രയാണോ ക്വാണ്ടിറ്റി ചേർക്കുന്നത് അത്രയും ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് പ്രോഡക്റ്റ് സൈഡിലും കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കാർബൺ, ഇപ്പൊ ഇതെങ്ങനെ ബാലൻസ് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, കാർബൺ എത്ര എണ്ണം ഉണ്ട്? 1. അതേപോലെ ഇവിടെ നോക്കുക, കാർബൺ എത്ര എണ്ണം ഉണ്ട്? 1. അപ്പൊ കാർബൺ സെയിം ആണ്, 1 1 2 2 അങ്ങനെ. ഇവിടെ ഓക്സിജൻ നോക്കുക, ഓക്സിജൻ താഴെ നമ്പർ 2. അപ്പോൾ ഓക്സിജൻ 2 എണ്ണം ഉണ്ട്. ഇവിടെ ഓക്സിജൻ എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നമ്പർ കറക്റ്റ് ആണോ നോക്കുക. നമ്പർ കറക്റ്റ് ആണോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇക്വേഷന് ബാലൻസ് ആണോ എന്നും കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ബാലൻസിങ് മെത്തേഡ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ